ഹായ് ഫ്രണ്ട്സ്, അമ്മൂസ് ആൻഡ് പാത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഒരു യാത്രയുടെ വിശേഷവുമായിട്ടാണ് വന്നിട്ടുള്ളത്. എവിടേക്കെന്നല്ലേ, അമ്മുവിൻ്റെ അപ്പച്ചൻ്റെ വീട്ടിലേക്കാണ്. അപ്പച്ചൻ എന്ന് പറയുമ്പോൾ അമ്മുവിൻ്റെ പപ്പയുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക്. അവിടുത്തെ ചേച്ചിയാണ് ഇങ്ങനത്തെ ഒരു ഒന്നിച്ചു കൂടൽ എല്ലാവരെയും വിളിച്ചറിയിച്ചതും നമുക്കൊന്നിച്ചു കൂടിയാലോ എന്ന തീരുമാനമെടുത്തത്. അങ്ങനെ ഞങ്ങളെയൊക്കെ അറിയിച്ചു. അങ്ങനെ സൺഡേ ആണ് വെച്ചത്. അപ്പോഴും എല്ലാവർക്കും ലീവ് ദിവസമല്ലേ, അപ്പോഴും ഒന്നിച്ച് കൂടാമെന്ന് കരുതി. അങ്ങനെ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് വെച്ചത്. അങ്ങനെ ഞങ്ങളും പോകാൻ തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് നേരെ ചർച്ചിലാണ് പോയത്. രാവിലെ ചർച്ചിൽ നിന്ന് നേരെ ഡാൻസ് ക്ലാസ്സിന് ഒരു 11:30 ആവുമ്പോൾ ആണ് ഡാൻസ് ക്ലാസ് തുടങ്ങുന്നത്. അത് ഒരു 1:30 വരെ ഉണ്ട്. അപ്പോൾ 1:30 കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അവിടേക്ക് ഭയങ്കര ദൂരമില്ല, ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എത്താം. അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് കരുതി. എല്ലാവരും അവിടെ വരുന്ന എല്ലാവരും പള്ളി നേരം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എത്തുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലായിടവും പോയിട്ട് ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയതിന് ശേഷം പോകാമെന്ന് കരുതിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, വണ്ടിയെല്ലാം ഒതുക്കിയിട്ട് അവിടെ വീട് വരെ വണ്ടി പോകത്തില്ല. അപ്പോൾ ഇവിടെ ഒതുക്കിയതിന് ശേഷം ഒരു ഇടവഴിയുണ്ട്, 2 ഇടവഴിയുണ്ട്. അതിൽ എവിടെ ഇത് ഒരു ഇടവഴി കുറച്ച് ദൂരമുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. പിള്ളേരെയും കൊണ്ട് ഉച്ചയ്ക്ക് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇത് ഈ ഇടവഴി കൂടെ പോയി കഴിഞ്ഞാൽ, ഇവിടുത്തെ ഇടവഴി കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന്. അങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. എങ്കിലും ഭയങ്കര ദൂരമില്ല. ഇതുവഴി പോകുമ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആ ഇടവഴി കൂടെ നടന്നാൽ മതി, അപ്പോഴേക്കും അവിടെ എത്തും. ആ ഒരു കുഞ്ഞു വഴി. അങ്ങനെ അതിൽ കൂടെ ഞങ്ങൾ നടന്നു. അങ്ങനെ നടന്നു അമ്മൂന് മടിയൊന്നുമില്ല നടക്കാൻ. അങ്ങനെ അവിടെ പെട്ടെന്ന് എത്തി. ഇതാണ് അവരുടെ വീട്. ഞങ്ങൾ പോയപ്പോൾ ആരും വന്നിട്ടില്ലായിരുന്നു. ഉച്ചയായതുകൊണ്ട് അവർ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഉച്ചയ്ക്ക് ചോറും അവിയലും കറിയും ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചു. ആ ഫുഡൊക്കെ റെഡിയാക്കിയത് അവിടുത്തെ വലിയമ്മയാണ്. വലിയമ്മ നല്ല വെളുപ്പിലേക്ക് 4 മണിക്ക് എണീച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വച്ചിരുന്നു. കാരണം എല്ലാവരും പള്ളി നേരം കഴിഞ്ഞിട്ടേ എത്തുമെന്ന് പറഞ്ഞത് കൊണ്ട് അവർ റിസ്ക് എടുത്ത് വെളുപ്പിൽ എണീച്ച് ഫുഡൊക്കെ തയ്യാറാക്കി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചു. ഞങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളവർ വന്നിട്ട് അറിയിച്ചവരിൽ പലരും വന്നിട്ടില്ല, കുറച്ച് പേരൊക്കെ വന്നുള്ളൂ. അങ്ങനെ വന്നവർ വെച്ചിട്ട് കുറേ നേരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പരസ്പരം പാത്തൂനെയൊന്നും ഇവർ അധികം കണ്ടിട്ടില്ല, ജനിച്ചതിന് ശേഷമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ചേച്ചിയാണ് മിനി എന്ന് പറയുന്നത്, പാത്തൂനെ എടുത്തു വെച്ചിരിക്കുന്ന ചേച്ചി. അപ്പോൾ ആ ചേച്ചി മുന്നിട്ട് ഇറങ്ങിയത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഒന്നിച്ച് ചേരൽ വയ്ക്കാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരമൊക്കെ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഏകദേശം വൈകുന്നേരമായി. അപ്പോഴേക്കും അവിടുത്തെ വലിയമ്മ കട്ടൻ കാപ്പി ഇട്ട് എല്ലാവർക്കും തരാൻ വേണ്ടി നിന്നു. അപ്പോഴേക്കും ഇത് പിള്ളേരെല്ലാവരും കളിച്ചുകൊണ്ടൊക്കെ നടന്നു. ഈ പിള്ളേരെയൊക്കെ കുഞ്ഞിലേ കണ്ടതാണ്. അപ്പോഴും ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റിയതും കുഞ്ഞുങ്ങൾക്കും പരസ്പരം കാണാൻ പറ്റിയത് ഒക്കെ. ഇങ്ങനത്തെയൊക്കെ ഒത്തുചേരലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സമയം കിട്ടുമ്പോഴൊക്കെ ഈ കുടുംബത്തിലുള്ളവരൊക്കെ ഒത്തുചേരുന്നത് നല്ലതാണ്. ഇന്നത്തെ കാലത്ത് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. ബന്ധങ്ങളും എല്ലാം കുറഞ്ഞുകൊണ്ട് വരുന്ന ഒരു സമയമാണ്. എല്ലാവർക്കും ഫോണ്, അവരവരുടെ കാര്യങ്ങൾ, ബിസി എല്ലാം. അപ്പോഴിങ്ങനത്തെയൊക്കെ ഒത്തുചേരൽ കുറവാണ്. പിന്നെ അമ്മൂസാണേലും ഒന്നിച്ച് പിള്ളേരുടെ കൂടെയൊക്കെ കളിച്ച് അവർ മൈലാഞ്ചിയൊക്കെ ഇട്ട് കയ്യിൽ, അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നത്തെ ദിവസം. അങ്ങനെ അവൾ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി, പുതിയ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ബന്ധുക്കൾ തന്നെ. അതിലുള്ള കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ ആദ്യമായിട്ടാണ് അമ്മൂസ് കാണുന്നത്. അപ്പോൾ അവരുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് കളിച്ച് പോയപ്പോൾ തൊട്ടേ ഭയങ്കര
കളിയായിരുന്നു. പെട്ടെന്ന് തന്നെ അമ്മൂസ് എല്ലാവരുമായിട്ട് പരിചയമാവും. അങ്ങനെ പിന്നെ എല്ലാവരുമായിട്ട് കൂട്ടായി അവൾ അവളുടെ ലോകത്ത് നടന്നു കളിച്ച്. അവിടെ ഒരു ചെറിയ ഫിഷ് ടാങ്കൊക്കെ ഉണ്ടായിരുന്നു. അത് മീനൊക്കെ ഭയങ്കര ഇഷ്ടം. ഫിഷ് ടാങ്ക് ഞങ്ങളുടെ വീട്ടിൽ ഇല്ല. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവൾക്ക് പുതിയൊരു അറിവ് പോലെയാണ് എല്ലാം നോക്കി നോക്കി നിന്നതൊക്കെ. അതിൻ്റെ മുട്ടിൽ നിന്ന് മാറിയിട്ടില്ല അവൾ പോയപ്പോൾ തൊട്ട്. ചോറ് കഴിക്കുന്ന സമയം മാത്രം അവൾ അവിടെ വന്നിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഈ കുട്ടികളെ കൂടെയൊക്കെ കളിയായിരുന്നു അവളുടെ ജോലി. അങ്ങനെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് വരെയും ഫോണിൻ്റെ മുട്ടിലാണ്. പക്ഷേ ഇങ്ങനത്തെയൊക്കെ ഒരു ഒത്തുചേരലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം അവർ കുറച്ച് പുതിയ കുട്ടികളുമായിട്ട് കുറച്ച് കളിച്ചിരിക്കാനൊക്കെ ഉള്ള ഒരു മൈൻഡ് വരും. ബന്ധങ്ങളുടെ വില അറിയും. അങ്ങനെ ഇങ്ങനത്തെ ഒരു ഒന്നിച്ചു ചേരലെല്ലാം നല്ല ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് വഴിയൊരുക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലെ മിനി എന്ന് പറയുന്ന ചേച്ചിയാണ്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതാണ് ഞങ്ങളും ആദ്യം തന്നെ ഇവിടെ എത്തിയത്. അങ്ങനെ പിന്നെ പക്ഷേ വിളിച്ചിരുന്ന കുറേ ആൾക്കാർ വന്നിട്ടില്ല. ചേട്ടൻ്റെ പപ്പയുടെ ചേച്ചിയൊക്കെ വന്നത്. ഇതാണ് ചേട്ടൻ്റെ പപ്പയുടെ ജ്യേഷ്ഠൻ അവിടെ ഇരുന്നത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ സമയം പോയത് അറിഞ്ഞില്ല. പക്ഷേ എല്ലാവർക്കും പിന്നെ വൈകുന്നേരമൊക്കെ ഓരോ കാര്യം ഉള്ളത് കൊണ്ട് പിന്നെ വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ വലിയമ്മ തേയിലയൊക്കെ ഇട്ട്, വലിയമ്മ എപ്പോഴും അങ്ങ് ജോലിയായിരുന്നു. ഇവിടെ വന്ന് പുതിയ തലമുറക്കാരെ കൂടെ കാര്യം പറഞ്ഞിരുന്നു കുറേയൊക്കെ. അത് കഴിഞ്ഞിട്ട് വലിയമ്മയ്ക്ക് ഇഷ്ടം കുറച്ചുകൂടെ അങ്ങ് തേയിലയൊക്കെ ഇടട്ടോന്നൊന്നും ചോദിച്ചില്ല, അങ്ങ് ഇട്ട് എല്ലാവർക്കും തരികയായിരുന്നു. അങ്ങനെ എല്ലാവരും തേയിലയെല്ലാം കുടിച്ച് അമ്മൂസും തേയില കുടിക്കാൻ സമയമായപ്പോൾ അടുക്കളയിലേക്ക് വന്നു. അതുവരെ കളിയായിരുന്നു. ഇവരായിരുന്നു അവിടുത്തെ വലിയമ്മയും വലിയമ്മയുടെ മോളും. ഇവർ മനസ്സ് വെച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നിച്ച് കൂടാൻ സമയം കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. കുറേ വർഷമായി ഇവരെയൊക്കെ കണ്ടിട്ട്. അപ്പോഴും ഒന്നിച്ച് കാണാൻ പറ്റി, കൂടാൻ പറ്റി. അങ്ങനെ ഒരു ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. എല്ലാവരും ഒരേ സമയമാണ് ഇറങ്ങിയത്. അങ്ങനെ നല്ലതായിരുന്നു. അവിടെ ഇന്നത്തെ ദിവസം പോയത് അറിഞ്ഞില്ല. ഉച്ചയായിട്ട് വൈകുന്നേരം വരെ പെട്ടെന്ന് പോയ പോലെ തോന്നി. മനസ്സിനും ഒരു സന്തോഷമുണ്ട് എല്ലാവരുടെ അടുത്തും കാര്യം പറഞ്ഞൊക്കെ ഇരുന്നപ്പോൾ. പിന്നെ വേറെ ഒരിടത്തും പോയില്ല. വൈകുന്നേരം ആയല്ലോ. പിന്നെ നേരെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. അങ്ങനെ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.